തുടക്കമാണ്. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒന്നാം ഭാഗം കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. ഒരു 21 ദിവസം തുടർച്ചയായി നിങ്ങൾ ഇത് ചെയ്താൽ പിന്നെ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. പിന്നെ അലാറം ഇല്ലാതെ തന്നെ നിങ്ങൾ ഉണരും. മെഡിറ്റേഷൻ ചെയ്യാതെ ദിവസം തുടങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ല. ആ മാറ്റം നിങ്ങൾ അനുഭവിച്ചു തന്നെ അറിയണം. അപ്പോൾ നാളെ രാവിലെ മുതൽ നമുക്ക് പുതിയൊരു തുടക്കം കുറിക്കാം, അല്ലേ? പഴയ ശീലങ്ങളെയെല്ലാം മാറ്റിവെച്ച് പുതിയൊരു വ്യക്തിയായി ഉണരാം. ഇനി നമുക്ക് നമ്മുടെ യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഇതുവരെ നമ്മൾ സംസാരിച്ചത് നമ്മുടെ ഉള്ളിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ്. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും എങ്ങനെ പാകപ്പെടുത്താമെന്നതിനെക്കുറിച്ച്. എന്നാൽ നമ്മൾ ജീവിക്കുന്നത് ഒരു സമൂഹത്തിലാണ്. ആ സമയത്ത് നിങ്ങൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ചർച്ച ചെയ്താൽ നിങ്ങളുടെ മനസ്സ് അറിയാതെ തന്നെ നെഗറ്റീവായി മാറും. പിന്നെ നിങ്ങൾ ആരെ കണ്ടാലും അവരിലെ കുറ്റങ്ങൾ മാത്രമേ കാണൂ. അവസരങ്ങൾ നിങ്ങളുടെ മുൻപിൽ വന്നാൽ പോലും അതിലെ പോരായ്മകൾ മാത്രമേ നിങ്ങൾ കാണൂ. അതുകൊണ്ട് പ്രഭാതത്തിലെ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾ പരമാവധി നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ ശ്രദ്ധിക്കുക. ആരെക്കുറിച്ചെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ നല്ല വശങ്ങൾ മാത്രം സംസാരിക്കുക. നല്ല വാക്കുകൾക്ക് നല്ല ഊർജമുണ്ട്. ആ ഊർജം നിങ്ങളുടെ ചുറ്റും ഒരു സംരക്ഷണ വലയം തീർക്കും. ഭാഗ്യം എന്നത് പുറത്തു നിന്നുള്ള ഒരു വസ്തുവല്ല, അത് നമ്മുടെ ഉള്ളിലെ മാറ്റമാണ്. രാവിലെ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം, ഇന്ന് ഞാൻ ശാന്തനായിരിക്കും, ഇന്ന് ഞാൻ സന്തോഷവാനായിരിക്കും എന്ന ആ തീരുമാനം. ഭാഗ്യം തേടിയുള്ള ഈ യാത്രയിൽ നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രധാന വെല്ലുവിളിയാണ് അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ. നമ്മൾ എത്രയൊക്കെ പ്ലാൻ ചെയ്താലും ചില ദിവസങ്ങളിൽ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കില്ല. അലാറം കേൾക്കില്ല, എഴുന്നേൽക്കാൻ വൈകും, കറണ്ട് പോകാം, വെള്ളമുണ്ടാവില്ല, അങ്ങനെ പലതും സംഭവിക്കാം. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പെട്ടെന്ന് നിരാശരാകും. ഇന്ന് തുടക്കമേ പിഴച്ചു, ഇനി ഇന്നൊന്നും നടക്കില്ല എന്ന് നമ്മൾ വിധി എഴുതും. എന്നാൽ ഓർക്കുക, ഒരു മോശം തുടക്കം എന്ന് വെച്ചാൽ ഒരു മോശം ദിവസം എന്നല്ല അർത്ഥം. നിങ്ങൾ വൈകി എഴുന്നേറ്റു എന്ന് കരുതുക. അയ്യോ വൈകിയല്ലോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് ബാക്കിയുള്ള സമയം കൂടി കളയുന്നതിലാണോ ബുദ്ധി? അതോ ശരി വൈകിപ്പോയി, സാരമില്ല, ഇനി കിട്ടുന്ന സമയം ഞാൻ ഏറ്റവും നന്നായി ഉപയോഗിക്കും എന്ന് ചിന്തിക്കുന്നതാണോ ബുദ്ധി? ഏതു നിമിഷവും നിങ്ങളുടെ ദിവസം റീസെറ്റ് ചെയ്യാൻ കഴിയും. ആ കടിഞ്ഞാൺ നിങ്ങളുടെ കയ്യിലാണ്. ഒരു സ്പോർട്സ് താരം ഓട്ടത്തിനിടയിൽ വീണുപോയാൽ അയാൾ അവിടെ കിടന്ന് കരയുകയല്ല ചെയ്യുന്നത്. അയാൾ ചാടി എഴുന്നേറ്റ് വീണ്ടും ഓടും. ചിലപ്പോൾ അയാൾക്ക് ഒന്നാമതെത്താൻ കഴിഞ്ഞെന്നു വരില്ല, പക്ഷേ അയാൾ മത്സരം പൂർത്തിയാക്കും. ജീവിതത്തിലും അങ്ങനെ തന്നെ. പ്രഭാതശീലങ്ങൾ മുടങ്ങിയാൽ സ്വയം കുറ്റപ്പെടുത്തരുത്. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് സ്വയം ശപിക്കരുത്. ശ്വാസമൊന്നുള്ളിലേക്ക് വലിക്കുക. എന്നിട്ട് പറയുക, ഇപ്പോൾ മുതൽ എൻ്റെ നല്ല സമയം തുടങ്ങുന്നു. ഭാഗ്യവാന്മാർ എന്ന് നമ്മൾ വിളിക്കുന്നവർ ഒരിക്കലും വീഴാത്തവരല്ല, വീണാലും തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുന്നവരാണ്. ഇനി വളരെ ലളിതമായ എന്നാൽ നിങ്ങളുടെ ഭാഗ്യം തെളിയിക്കാൻ സഹായിക്കുന്ന മറ്റൊരു ടെക്നീക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ജോലിക്ക് പോകാൻ തയ്യാറായ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ നിറങ്ങൾക്ക് പ്രാധാന്യം നൽകുക. ഓരോ നിറത്തിനും ഓരോ തരംഗദൈർഘ്യമുണ്ട്. അത് നമ്മുടെ മൂഡിനെ സ്വാധീനിക്കും. എപ്പോഴും കറുപ്പും ചാരനിറവും മാത്രം ധരിക്കാതെ ഇടയ്ക്കൊക്കെ നല്ല തെളിച്ചമുള്ള നിറങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. നീല, പച്ച, മഞ്ഞ തുടങ്ങിയ നിറങ്ങൾ മനസ്സിന് ഉന്മേഷം നൽകും. നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ ആ നിറം കാണുന്നത് തന്നെ ഒരു പോസിറ്റീവ് എനർജി നൽകും. ഇന്ന് ഞാൻ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന തോന്നൽ നിങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം വലുതാണ്. ആത്മവിശ്വാസമുള്ള ഒരാളെയാണ് ഭാഗ്യം എപ്പോഴും തേടി വരുന്നത്. അതുപോലെ തന്നെ പ്രധാനമാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന സുഗന്ധം. നല്ല ഗന്ധം തലച്ചോറിലെ ലിംബിക് സിസ്റ്റത്തെ ഉത്തേജിപ്പിക്കും. ഇത് ഓർമ്മശക്തിയെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്ന ഭാഗമാണ്. രാവിലെ കുളി കഴിഞ്ഞ് നല്ലൊരു സുഗന്ധം ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഉന്മേഷം നൽകും. മറ്റുള്ളവർക്ക് നിങ്ങളോട് അടുപ്പം തോന്നാനും ഇത് സഹായിക്കും. അയാൾ വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ് എന്ന് ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ? അതിൽ നിങ്ങളുടെ വസ്ത്രധാരണത്തിനും ഗന്ധത്തിനും ശരീരഭാഷയ്ക്കും എല്ലാം പങ്കുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ വ്യക്തിത്വ ലക്ഷണം അഥവാ ഓറ വർദ്ധിപ്പിക്കുന്നു. ശക്തമായ ഓറയുള്ളവർക്ക് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ എളുപ്പമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, രാവിലെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഒരു പൂജ പോലെ ചെയ്യുക. പൂജ എന്ന് പറയുമ്പോൾ അമ്പലത്തിൽ ചെയ്യുന്നത് മാത്രമല്ല, ശ്രദ്ധയോടെ സ്നേഹത്തോടെ ചെയ്യുന്ന ഏതു കാര്യവും പൂജയാണ്. നിങ്ങൾ കാപ്പി ഉണ്ടാക്കുന്നത് ധ്യാനമാണ്.
ഷൂലേസ് കെട്ടുന്നത് ശ്രദ്ധയോടെയാണെങ്കിൽ അതും ഒരു യോഗമാണ്. ഈ ശ്രദ്ധ അഥവാ മൈൻഡ്ഫുൾനെസ് ആണ് ഭാഗ്യത്തിൻ്റെ രഹസ്യങ്ങളിലൊന്ന്. അശ്രദ്ധമായി ജീവിക്കുന്നവർക്ക് മുന്നിലൂടെ ഭാഗ്യം കടന്നുപോലും അവർ അറിയില്ല. എന്നാൽ ശ്രദ്ധയോടെ ജീവിക്കുന്നവർ ചെറിയ ഇലയനക്കങ്ങളിൽ പോലും അവസരങ്ങൾ കണ്ടെത്തും. നമ്മൾ സംസാരിച്ചു വരുന്നത് ഒരു വലിയ മാറ്റത്തെക്കുറിച്ചാണ്. ഒറ്റ ദിവസം കൊണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു വിത്ത് പാകിയാൽ പിറ്റേ ദിവസം അത് മരമായി മാറില്ലല്ലോ. അതിന് വെള്ളമൊഴിക്കണം, വളമിടണം, വെയിലു കൊള്ളിക്കണം, ക്ഷമയോടെ കാത്തിരിക്കണം. അതുപോലെയാണ് ഈ ശീലങ്ങളും. നിങ്ങൾ ഇത് തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ആദ്യം നിങ്ങളുടെ മനസ്സ് ശാന്തമാകും, പിന്നെ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും, പിന്നെ നിങ്ങളുടെ ബന്ധങ്ങൾ സുന്ദരമാകും. ഒടുവിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയവും സമ്പത്തും നിങ്ങളെ തേടിയെത്തും. അതാണ് പ്രകൃതിയുടെ കണക്ക്. പക്ഷെ ഇതിനെല്ലാം ഒരൊറ്റ ശത്രുവുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ തന്നെ മടിയാണ്. നാളെ മുതൽ തുടങ്ങാം എന്ന ചിന്ത. ആ ചിന്തയാണ് നമ്മുടെ ഏറ്റവും വലിയ നിർഭാഗ്യം. നാളെ എന്നത് ഒരിക്കലും വരാത്ത ഒരു ദിവസമാണ്. നമുക്കുള്ളത് ഇന്ന് മാത്രമാണ്, ഈ നിമിഷം മാത്രമാണ്. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ തീരുമാനമെടുക്കുക. എൻ്റെ ജീവിതം മാറാൻ പോകുന്നു, അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഈ ലോകത്ത് ഭാഗ്യം കെട്ടവരായി ആരുമില്ല. തൻ്റെ ഉള്ളിലെ കഴിവുകളെ തിരിച്ചറിയാത്തവർ മാത്രമേ ഉള്ളൂ. സൂര്യൻ മേഘങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുമ്പോഴും അതവിടെ തന്നെയുണ്ട്. കാറ്റുവന്ന് മേഘങ്ങളെ മാറ്റുമ്പോൾ സൂര്യൻ തെളിഞ്ഞു വരുന്നു. അതുപോലെ നിങ്ങളുടെ ഉള്ളിലെ ഭാഗ്യസൂര്യനെ മറച്ചിരിക്കുന്നത് നിങ്ങളുടെ അലസരയും നെഗറ്റീവ് ചിന്തകളും മോശം ശീലങ്ങളുമാണ്. ഈ പ്രഭാത ശീലങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്നത് ആ മേഘങ്ങളെ മാറ്റുക മാത്രമാണ്. അതോടെ നിങ്ങളുടെ ഭാഗ്യം തെളിഞ്ഞു വരും. നമ്മുടെ ഈ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് വ്യക്തിപരമായ മാറ്റങ്ങളെക്കുറിച്ചും സമൂഹത്തോടുള്ള നമ്മുടെ മനോഭാവത്തെക്കുറിച്ചുമാണ്. എന്നാൽ ഭാഗ്യം എന്നത് കേവലം ഭൗതികമായ നേട്ടങ്ങൾ മാത്രമല്ല, പണവും പ്രശസ്തിയും മാത്രമല്ല. ഭാഗ്യം ഒരുപക്ഷെ ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. അതാണ് സമയം എന്ന മഹാഭാഗ്യം. ഓരോ പ്രഭാതവും നമുക്ക് നൽകുന്ന ഏറ്റവും സമ്മാനം സമയം തന്നെയാണ്. ഈ ലോകത്ത് ആർക്കും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ഒരേയൊരു സമ്പത്ത് സമയമാണ്. നഷ്ടപ്പെട്ട പണം നാളെ സമ്പാദിക്കാം, നഷ്ടപ്പെട്ട ആരോഗ്യം ഒരു പരിധിവരെ ചികിത്സിച്ച് ഭേദമാക്കാം. കഴിഞ്ഞുപോയ ഒരു നിമിഷം കോടികൾ കൊടുത്താലും തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് രാവിലെ നിങ്ങൾ ഉണരുമ്പോൾ ഇന്ന് എനിക്ക് ജീവിക്കാൻ 24 മണിക്കൂർ കിട്ടിയിരിക്കുന്നു എന്നതാണ്. എത്ര ഇന്നലെ രാത്രി ഉറങ്ങി ഇന്ന് രാവിലെ ഉണർന്നില്ല, ആ ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഈ ചിന്ത മതി നമ്മുടെ ഉള്ളിൽ നന്ദി നിറയ്ക്കാൻ. നമ്മൾ നേരത്തെ പറഞ്ഞ നന്ദി പ്രകടനത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലമാണിത്. ജീവനോട് നന്ദി പറയുക. ഇനി നിങ്ങളുടെ പ്രഭാതങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഒരു ചെറിയ സൂത്രം കൂടി പറയാം. തലേ ദിവസം രാത്രി തന്നെ നാളത്തെ ദിവസത്തെക്കുറിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കുക. നാളെ എന്തൊക്കെ ചെയ്യണം, എവിടെയൊക്കെ പോകണം എന്നൊരു ചെറിയ കുറിപ്പ് എഴുതി വയ്ക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ കുറിപ്പൊന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടാകും. എങ്ങോട്ട് പോകണമെന്നറിയാത്ത നാവികന് കാറ്റെപ്പോഴും എതിരായിരിക്കും എന്ന് പറയാറില്ലേ? എന്നാൽ പോകേണ്ട വഴി അറിയുന്നവന് കാറ്റ് അനുകൂലമായിരിക്കും. ആ പ്ലാനിംഗ് ആണ് നിങ്ങളുടെ വടക്കു നോക്കി യന്ത്രം. അത് നോക്കി സഞ്ചരിക്കുമ്പോൾ സമയം വെറുതെ പാഴായി പോകില്ല. സമയം കൃത്യമായി ഉപയോഗിക്കുന്നവരെ സമയം തിരിച്ചു ബഹുമാനിക്കും. അവരെയാണ് നമ്മൾ ഭാഗ്യവാന്മാരെന്ന് വിളിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, ഇത്രയൊക്കെ ചെയ്തിട്ടും വിചാരിച്ച ഫലം കിട്ടിയില്ലെങ്കിലോ? ന്യായമായ ചോദ്യമാണ്. നമ്മൾ കൃഷി ചെയ്യുന്നു, വിത്ത് വിതയിക്കുന്നു, വളമിടുന്നു. പക്ഷേ മഴ പെയ്തില്ലെങ്കിലോ? അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്നാലോ? ഫലം നമ്മുടെ കയ്യിലല്ല. കർമ്മം ചെയ്യുക, ഫലത്തിൽ ആശിക്കാതിരിക്കുക. ഇത് നിരാശപ്പെടാനുള്ള വരിയല്ല, മറിച്ച് ഏറ്റവും വലിയ ഒരു മാനസിക തന്ത്രമാണ്. ഫലത്തെക്കുറിച്ച് അമിതമായി ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഉത്കണ്ഠ വരുന്നത്. ഇത് ശരിയാകുമോ തോൽക്കുമോ എന്ന പേടി വരുന്നത്. എന്നാൽ ആ പേടിയില്ലാതെ ചെയ്യുന്ന കാര്യത്തിൽ മാത്രം 100% ശ്രദ്ധ കൊടുത്താൽ വിജയം താനേ വരും. നമ്മൾ നേരത്തെ പറഞ്ഞ ലയിച്ചിരിക്കുന്ന അവസ്ഥ അവിടെയാണ് സംഭവിക്കുന്നത്. ഒരു സംഗീതജ്ഞൻ പാടുമ്പോൾ അയാൾ കാണികളുടെ കയ്യടിയെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. അയാൾ ആ സംഗീതത്തിൽ അലിഞ്ഞു ചേരുകയാണ്. ആ ലയനമാണ് കാണികളെ ആകർഷിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ പ്രഭാത കർമ്മങ്ങളിൽ നിങ്ങൾ അലിഞ്ഞു ചേരുക. നടക്കുമ്പോൾ നടക്കുക മാത്രം ചെയ്യുക. ആ നിമിഷത്തിൽ പൂർണ്ണമായി ജീവിക്കുക. അപ്പോൾ ജീവിതം തന്നെ ഒരു ധ്യാനമായി മാറും.
ആ ധ്യാനാവസ്ഥയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന തെളിച്ചം അത് നിങ്ങളുടെ കണ്ണുകളിൽ പ്രകാശമായി മാറും. ആളുകൾ നിങ്ങളെ നോക്കി പറയും, ഇയാളുടെ മുഖത്ത് എന്തോ ഒരു തേജസ്സുണ്ട്. ആ തേജസ്സാണ് യഥാർത്ഥ ആകർഷണ ശക്തി. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ്. നേരത്തെ എഴുന്നേക്കൽ, കേൾക്കൽ, വെള്ളം കുടിക്കൽ, ധ്യാനം, നന്ദി പറയൽ, നല്ല ചിന്തകൾ. ഇതിലേതാണ് പ്രധാനമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഒരു മാലയിലെ മുത്തുകൾ പോലെയാണ്. എല്ലാം ചേരുമ്പോഴാണ് മാലയ്ക്ക് ഭംഗി വരുന്നത്. എന്നാൽ നിങ്ങൾക്കെല്ലാം കൂടി ഒറ്റയടിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള ഒന്നിൽ നിന്ന് തുടങ്ങുക. ഉദാഹരണത്തിന്, നാളെ രാവിലെ മുതൽ എഴുന്നേറ്റ ഉടനെ പുഞ്ചിരിക്കുക എന്നതു മാത്രം ശീലമാക്കുക. വെറുമൊരു പുഞ്ചിരി, അതുമാത്രം മതി വലിയ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടാൻ. ഒരു ചെറിയ തീപ്പൊരി മതി വലിയൊരു കാട് കത്തിക്കാൻ. അതുപോലെ ഒരു ചെറിയ നല്ല ശീലം മതി നിങ്ങളുടെ ജീവിതം ആകെ മാറ്റിമറിക്കാൻ. നമ്മുടെ ജീവിതം ഒരു പുഴ പോലെയാണ്. അത് ഒഴുകിക്കൊണ്ടേയിരിക്കണം. കെട്ടിക്കിടക്കുന്ന വെള്ളം ചീത്തയാകും. ഒഴുകുന്ന വെള്ളം എന്നും ശുദ്ധമായിരിക്കും. പഴയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, പരാജയ ഭീതികൾ, പരാതികൾ, ഇതെല്ലാം ഒഴുക്കിനെ തടയുന്ന തടയണകളാണ്. പ്രഭാതത്തിലെ ഈ നല്ല ശീലങ്ങൾ ആ തടയണകളെ പൊട്ടിച്ചു കളയുന്ന ഒഴുക്കാണ്. ആ ഒഴുക്കിൽ നിങ്ങൾ സ്വയം സമർപ്പിക്കുക. വിശ്വസിക്കുക, നിങ്ങൾ തനിച്ചല്ല. ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ കൂടെയുണ്ട്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമെല്ലാം നിങ്ങൾക്കായി വഴി തെളിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നു മാത്രം: കണ്ണു തുറന്ന് ആ വെളിച്ചത്തെ സ്വീകരിക്കുക. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങളൊരു തീരുമാനമെടുക്കണം. ശക്തമായൊരു പ്രതിജ്ഞ. എൻ്റെ ജീവിതം ഞാൻ മാറ്റും. എൻ്റെ പ്രഭാതങ്ങൾ ഞാൻ മാറ്റും. എൻ്റെ ഭാഗ്യം ഞാൻ തന്നെ എഴുതും. ഈ വരികൾ ഉറക്കെ പറയൂ. കേൾക്കാൻ ആരുമില്ലെങ്കിൽ കണ്ണാടിയിൽ നോക്കി പറയൂ. ആ ശബ്ദം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പതിയാൻ അനുവദിക്കൂ. ഓർക്കുക, ഭാഗ്യമെന്നത് ഒരു അത്ഭുതമല്ല, അതൊരു ശാസ്ത്രമാണ്. അതൊരു കലയാണ്. അത് പരിശീലനത്തിലൂടെ നേടിയെടുക്കാവുന്ന ഒരു സിദ്ധിയാണ്. ഇന്നു മുതൽ, ഇപ്പോൾ മുതൽ നിങ്ങൾ ആ പരിശീലനം തുടങ്ങുകയാണ്. നിങ്ങളുടെ ഓരോ പ്രഭാതവും സുവർണ പ്രഭാതങ്ങളായി മാറട്ടെ. നിങ്ങളുടെ ഓരോ ദിവസവും വിജയത്തിൻ്റെതാകട്ടെ. തടസ്സങ്ങൾ വന്നേക്കാം, വീഴ്ചകൾ സംഭവിച്ചേക്കാം. പക്ഷെ അപ്പോഴെല്ലാം ഓർക്കുക, സൂര്യൻ വീണ്ടും ഉദിക്കുന്നത് പോലെ നിങ്ങളും വീണ്ടും ഉദിച്ചുയരും. ഇരുട്ടിന് ശേഷം വെളിച്ചം വരാതിരിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഈ അറിവുകൾ വെറും അറിവുകളായി മാത്രം സൂക്ഷിക്കരുത്. ഇത് പ്രാവർത്തികമാക്കുമ്പോഴാണ് ഇതിൻ്റെ മൂല്യം വർദ്ധിക്കുന്നത്. നാളെ രാവിലെ അലാറം അടിക്കുമ്പോൾ ഈ വാക്കുകൾ നിങ്ങളുടെ ഓർമ്മയിൽ വരണം. സ്നൂസ് ബട്ടൺ അമർക്കുന്നതിന് പകരം പുഞ്ചിരിയോടെ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതാണ് ഈ വീഡിയോയുടെ വിജയം. നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റമാണ് എൻ്റെ സന്തോഷം. നിങ്ങളുടെ ഈ പുതിയ യാത്രയിൽ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതെനിക്ക് നൽകുന്ന പ്രചോദനം വളരെ വലുതാണ്. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത് ഷെയർ ചെയ്തു കൊടുക്കൂ. ആർക്കറിയാം, ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ഈ വീഡിയോ കാരണമായേക്കാം. നന്മ പങ്കുവെക്കുമ്പോൾ അതിര ഇരട്ടിക്കുമെന്നാണല്ലോ. ഇതുപോലുള്ള കൂടുതൽ മോട്ടിവേഷണൽ വീഡിയോകൾക്കും ജീവിത വിജയത്തിനുള്ള വഴികൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമന്റ് ബോക്സിൽ എഴുതുക. നിങ്ങൾ വരുത്തുന്ന മാറ്റങ്ങൾ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നാളെ ഒരു പുതിയ സൂര്യോദയമാണ്, ഒരു പുതിയ തുടക്കമാണ്. ഭാഗ്യം നിങ്ങളുടെ കൂടെയുണ്ടാകട്ടെ.